ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുന്ന ആഴ്ച, അതായത് 19 ഒക്ടോബർ 2020 മുതൽ 23 ഒക്ടോബർ 2020 വരെ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വീഡിയോകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വിവിധ കമ്പനികളുടെ Q2 റിസൾട്ട് വന്ന സ്ഥിതിക്ക് പ്രധാനപ്പെട്ട കമ്പനികളായ HDFC, DMart, ഇൻഫോസിസ്, TCS എന്നീ കമ്പനികളുടെ Q2 റിസൾട്ടിൻ്റെ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഈ അനാലിസിസ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഇതുകൂടാതെ എയർ കണ്ടീഷൻ എക്യുപ്മെൻറ്റ്സിന് ഇമ്പോർട്ട് ബാൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏതൊക്കെ സ്റ്റോക്കുകൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും, ഇതുകൂടാതെ ഈ സെക്ടറിലെ, അതായത് എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റിലെ കോൺട്രാക്റ്റ് മാനുഫാക്ചർ കമ്പനിയായിട്ടുള്ള ആംബർ എൻ്റർപ്രൈസസിൻ്റെ സ്റ്റോക്ക് അനാലിസിസും അതോടൊപ്പം തന്നെ സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റുള്ള പ്രധാനപ്പെട്ട വീഡിയോകൾ പരിശോധിക്കുകയാണെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ സജഷൻസ് അനുസരിച്ച് ഏതൊക്കെ സ്റ്റോക്കുകൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും, അതോടൊപ്പം തന്നെ റിലയൻസിൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് കാണുന്ന കൺസോളിഡേഷൻ്റെ പിന്നിലെ റീസൺ എന്താണ്, അതുപോലെ തന്നെ റിലയൻസ് ഫ്യൂച്ചർ ഡീലിൻ്റെ ഭാവി എന്താണ്, ആമസോണും റിലയൻസും തമ്മിലുള്ള ട്രേഡ് വാറിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബൈബാക്ക് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് 2018 ബൈബാക്കിൽ ടാറ്റ TCSൻ്റെ 2018 ബൈബാക്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ബൈബാക്ക് വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലൊപ്പം തന്നെ ഇതെല്ലാം ചാനലിൻ്റെ പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. ഈ വീക്കെൻഡിൽ ഈ വീഡിയോകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽത്തി ലൈഫിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡെയിലി ട്രേഡിംഗ് അപ്ഡേറ്റ്സിന് ആവശ്യമായ പല ഇൻഫർമേഷൻസും ഡെയിലി ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് ആൻഡ് ടാർഗറ്റ്, ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, ഇവ കൂടാതെ ചില സ്റ്റോക്കുകൾ, ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകളിൽ മൊമെൻറ്റം ഉണ്ടാക്കുന്ന ന്യൂസുകൾ, ഇവ ഡെയിലി ചാനലിലും അതോടൊപ്പം തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വീക്കിലി സ്റ്റോക്ക് ഫോർ നെക്സ്റ്റ് വീക്ക് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ട്രെൻഡിനെ കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സ്വിംഗ് ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും ട്രെൻഡ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഒരു ഒപ്റ്റിമം ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ മാക്സിമം ടൈം സ്റ്റോക്ക് സ്പെസിഫിക് അപ്രോച്ചാണ് എടുക്കുന്നത്. അതായത് മാക്സിമം ടൈം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്ക് സ്പെസിഫിക് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്, അല്ലാതെ മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് അല്ല സംസാരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മാർക്കറ്റിൻ്റെ മൂഡ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് നമ്മൾക്കൊന്ന് നോക്കാം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ മൂഡ് എന്താണെന്ന്. അതായത് നമ്മൾ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പ്രൈസ് റിജക്ഷൻ ടെൻഡൻസിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മാർക്കറ്റിൻ്റെ 12,000 ലെവലിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രൈസ് റിജക്ഷൻ ടെൻഡൻസിയാണ് നമ്മൾ വളരെ കാലമായി കാണുന്നത്. ഇനി ലാസ്റ്റ് വീക്കിലെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് എങ്കിലും ബിയറിഷ് ക്യാൻഡിൽ നിഫ്റ്റിയുടെ എല്ലാ മൂവിങ് ആവറേജിനും മുകളിലാണ്. അതായത് ഒരു വിധത്തിൽ പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഇൻഡിസിസീവ്നെസ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഫേസിലാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. RSI നോക്കുകയാണെങ്കിലും RSIയും ന്യൂട്രൽ ഇൻഡിക്കേഷനാണ് തരുന്നത്. MACD നോക്കുകയാണെങ്കിലും MACDയും ന്യൂട്രൽ ഇൻഡിക്കേഷനാണ് തരുന്നത്. അതായത് മൺഡേയിൽ അല്ലെങ്കിൽ വരുന്ന വീക്കിലെ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് പറയാൻ കഴിയൂ എന്നാണ് വീക്ക്ലി ചാർട്ട് അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് ലാസ്റ്റ് വീക്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു മോർണിംഗ് സ്റ്റാർ ആവാം, അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു ഈവനിങ് സ്റ്റാർ ആവാം. അതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ ട്രെൻഡ് കൂടി മാറാൻ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ആലോചിച്ചാൽ മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് COVID-19 ശേഷം മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന റിക്കവറി ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പല സമയത്ത് മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ കറക്ഷൻ കണ്ടതാണ്. ലാസ്റ്റ്
ലാസ്റ്റ് വീക്കിലും നമ്മൾ മാർക്കറ്റിൽ നല്ല ഒരു ഫോൾ കണ്ടതാണ്. ഇനി നമ്മൾക്ക് ഡെയിലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 2 ദിവസത്തിന് മുൻപ് മാർക്കറ്റിൽ നല്ല ഒരു കറക്ഷൻ ഉണ്ടായതാണ്. അതായത് സെൻസെക്സ് 1000-ഓളം പോയിൻ്റാണ് ഡൗൺ ആയത്. ആ അവസരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതായത് മാർക്കറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു ക്യാൻഡിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ളത്. അതായത് ഡെയിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് സ്ലൈറ്റ്ലി ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അതായത് 11,700 എന്ന ലെവലിന് മുകളിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ വന്ന് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബൈയിങ് ട്രേഡിലേക്ക് നമ്മൾക്ക് പോകാൻ പാടുള്ളൂ. ആ ബൈയിങ് ട്രേഡ് നമ്മൾ എടുത്താലും നമ്മളുടെ ടാർഗറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം 12,000 എന്ന ലെവലിൽ. കാരണം 12,000 എന്ന ലെവലിൽ ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരിക്കുകയാണ്. കൂടാതെ മാർക്കറ്റിൽ എപ്പോഴെല്ലാം ഒരു ബിയറിഷ് മോറബസു ക്യാൻഡിൽ വന്നിട്ടുണ്ടോ അതിനുശേഷമെല്ലാം മാർക്കറ്റിൽ നല്ലൊരു കറക്ഷനും വന്നിട്ടുണ്ട്. അതായത് പ്രീവിയസ് 3 ബിയറിഷ് മോറബസു ക്യാൻഡിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ ഓരോ മോറബസു ക്യാൻഡിൽ വന്നതിന് ശേഷവും മാർക്കറ്റിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുകയും അതിനുശേഷം റിക്കവറി വരികയുമാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ സെപ്റ്റംബറിലെ മോറബസു ക്യാൻഡിൽ പരിശോധിക്കാം. അതിനുശേഷം ഒക്ടോബർ 21 അടുത്തുള്ളൊരു മോറബസു ക്യാൻഡിൽ പരിശോധിക്കാം. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന സെപ്റ്റംബർ 21 അടുത്ത് വന്നിരിക്കുന്നൊരു മോറബസു ക്യാൻഡിൽ പരിശോധിക്കാം. ഓഗസ്റ്റിലെ മോറബസു ക്യാൻഡിൽ പരിശോധിക്കാം. അതിനുശേഷം ഇപ്പോൾ ഒക്ടോബറിൽ വന്നിരിക്കുന്ന മോറബസു ക്യാൻഡിൽ. അതായത് ഈ മോറബസു ക്യാൻഡിൽ ബിയറിഷ് മോറബസു ക്യാൻഡിൽ വന്നതിന് ശേഷം മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. നമ്മൾ ഹിസ്റ്ററിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ അപ്രോച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ വീക്കിലേക്കുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് HDFC ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലെ മാർക്കറ്റ് ലീഡറാണ് ഈ കമ്പനി ഇപ്പോൾ ഒരു അട്രാക്റ്റീവ് വാല്യൂഷനിൽ അവൈലബിൾ ആണ്. അതായത് സ്റ്റോക്കിൽ 1 മന്തിൽ 6% കറക്ഷനാണ് വന്നത്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ 8% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. ഹൈ പെർഫോമൻസും ഗ്രോത്ത് ഓറിയൻറ്റഡുമായ ഈ കമ്പനി റീസെൻ്റ്ലി നിഫ്റ്റി 50യുടെ ഭാഗമാവുകയും ചെയ്തു. ഇനി COVID-19 കാലത്തെ സ്റ്റോക്കിലുണ്ടായ കറക്ഷൻ വളരെ വേഗം റിക്കവർ ചെയ്ത് സ്റ്റോക്ക് അതിൻ്റെ പ്രീ കോവിഡ് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അതിനുശേഷമാണ് സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു കറക്ഷൻ വരുന്നത്. അതായത് ഈ സ്റ്റോക്കിനെ അതിൻ്റെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 ഇയറിൽ സെക്ടർ -11% നെഗറ്റീവ് റിട്ടേൺ തന്നപ്പോൾ സ്റ്റോക്ക് -8% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സിൽ 3% ഹൈയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ ലോങ് ഇയർ പെർഫോമൻസ് നോക്കാം. അതായത് 1 വീക്കിൽ -2% കറക്ഷൻ, 1 മന്തിൽ -6% കറക്ഷൻ, 3 മന്തിൽ നോക്കുകയാണെങ്കിലും -6% കറക്ഷൻ, 6 മന്തിൽ സ്റ്റോക്ക് 15% പോസിറ്റീവ് റിട്ടേണും. ലോങ് ഇയർ പെർഫോമൻസ്, അതായത് കമ്പനി ലിസ്റ്റഡ് ആയിട്ട് നിയർലി 2 വർഷമായിട്ടേ ഉള്ളൂ. ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 49.6% പോസിറ്റീവ് റിട്ടേൺ തന്ന കമ്പനിയാണ് HDFC ലൈഫ്. ഇനി കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. 1,13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. കൂടാതെ ഇതൊരു പ്രൈം വാല്യുവേഷൻ സ്റ്റോക്കാണ്. കാരണം സ്റ്റോക്ക് നന്നായി പെർഫോമൻസ് ചെയ്യുന്ന ഒരു പ്രൈം വാല്യുവേഷൻ സ്റ്റോക്കാണ്. ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ 67ഉം സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ 85ഉമാണ്. ഇനി EPS നോക്കുകയാണെങ്കിൽ 6.54, അതായത് ഓരോ ഷെയറും നമ്മൾക്ക് 6 രൂപ വെച്ചാണ് സമ്പാദിച്ചു തരുന്നത്. ഇനി ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 49.62% ഡെലിവറിയാണ് നമ്മൾക്ക് ഈ സ്റ്റോക്ക് തന്നിരിക്കുന്നത്, ഈ സ്റ്റോക്കിൽ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ചാർട്ട് അനാലിസിസിലേക്ക് കടക്കാം. COVID-19 ലോക്ക്ഡൗൺ പീരീഡിലെ കറക്ഷന് ശേഷം സ്റ്റോക്ക് അതിൽ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് ഏകദേശം 650 എന്ന റേഞ്ചിലെത്തി. അതിനുശേഷമാണ് സ്റ്റോക്കിൽ കറക്ഷൻ വന്നിരിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്നിവ ബ്രേക്ക് ചെയ്ത് 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുത്തിരിക്കുകയാണ്. അതായത് 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജായ 550 റേഞ്ച് സ്റ്റോക്കിൽ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നടത്താൻ പറ്റിയ ഒരു റേഞ്ചാണ്. ഇനി സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവലായിട്ട് ഞാനിവിടെ കാണുന്നത് അതിൻ്റെ 530 to 500 ഇടയ്ക്കുള്ള റേഞ്ചാണ്. അതായത് സ്റ്റോക്കിലെ മന്ത്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ
20-month എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ സ്റ്റോക്ക് പലപ്പോഴും സപ്പോർട്ട് എടുക്കാറുണ്ട്. അതിലൊരു ബെസ്റ്റ് സപ്പോർട്ട് ഞാൻ കാണുന്നുമുണ്ട്. അതായത് 500 മുതൽ 530 വരെയുള്ള റേഞ്ചിൽ നമ്മൾക്ക് ഈ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബൈയിങ് ലെവൽ. പക്ഷേ ഈ ലെവലിലേക്ക് സ്റ്റോക്ക് എത്തണമെന്നും ഇല്ല. കാരണം ലാസ്റ്റ് സെഷനുകളിൽ നമ്മൾ സ്റ്റോക്കിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നല്ലൊരു ശതമാനം ഡെലിവറിയാണ് സ്റ്റോക്കിൽ കാണുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും RSI നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ MFI നോക്കുകയാണെങ്കിലും വീക്ക്നെസ് ഉണ്ട്. കറക്ഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ കറക്ഷൻ ഉണ്ടായാൽ തന്നെ എത്ര പോയിൻ്റ് വരെ കറക്ഷൻ ഉണ്ടാകും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ഞാനിവിടെ കാണുന്നത് 550 റേഞ്ചാണ്. 550 റേഞ്ചിൽ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് സ്റ്റോക്ക് 530 മുതൽ 500-നും 530-ക്കും ഇടയിലുള്ള റേഞ്ചിൽ വരാൻ പ്രോബിലിറ്റി ഉണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് സ്റ്റോക്കിൽ ബെസ്റ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മുമ്പും അതിൻ്റെ 100 ഡേ വീക്ക്ലി മൂവിങ് ആവറേജ് ലൈനിൽ വച്ച് സപ്പോർട്ട് എടുത്തതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റോക്കും ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലേതാണ്. അതായത് ഫുൾ ഇൻഷുറൻസ് സെക്ടറിൽ ഒരു വീക്ക്നെസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റോക്ക് SBI ലൈഫാണ്. നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ ഭാഗമായിട്ടുള്ള ഈ സ്റ്റോക്കും ഒരു നല്ല റിട്ടേൺസ് തരുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 79,948 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ്പ് സ്റ്റോക്കാണ് ഇത്. സ്റ്റോക്ക് നല്ലൊരു വാല്യുവേഷനിലുമാണുള്ളത്. അതായത് ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ 67-ഉം സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ 55-ഉമാണ്. അതായത് സ്റ്റോക്ക് അണ്ടർ വാല്യുവേഷനാണ്. എന്നാൽ Q1 റിസൾട്ടിൽ HDFC ലൈഫിനേക്കാൾ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിയ ഒരു സ്റ്റോക്കാണ് SBI ലൈഫ്. അതുകൊണ്ടാണ് ആ പെർഫോമൻസിൻ്റെ ഫലമായിട്ടാണ് ഈ സ്റ്റോക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ ഭാഗമാവുകയും ചെയ്തത്. ഇനി സ്റ്റോക്കിൻ്റെ ഡെലിവറി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 37% ഡെലിവറിയാണ് സ്റ്റോക്കിൽ നടന്നത്. സ്റ്റോക്കിൻ്റെ റിട്ടേൺ അനാലിസിസിലേക്ക് വരാം. 1 മന്തിൽ സ്റ്റോക്കിൽ 7% കറക്ഷൻ, 1 ഇയറിൽ സ്റ്റോക്കിൽ -8% നെഗറ്റീവ് റിട്ടേൺ. അതായത് സ്റ്റോക്ക് അതിൻ്റെ പ്രീ കോവിഡ് ലെവലിലേക്ക് എത്തിയില്ല. കാരണം 1100 രൂപ റേഞ്ചിലുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് കോവിഡ് കാലത്തുള്ള ഫോളിൽ ഏകദേശം 600 രൂപ റേഞ്ചിലെത്തുകയും അതിനുശേഷം സ്റ്റോക്കിൽ ഒരു അപ് ട്രെൻഡ് ഉണ്ടായ സ്റ്റോക്ക് ഏകദേശം 800-900 റേഞ്ചിലെത്തുകയും ചെയ്തു. ശേഷം സ്റ്റോക്ക് കറക്റ്റ് ആകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതായത് 3 ഇയർ പെർഫോമൻസിൽ സ്റ്റോക്ക് 19% പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നത്. അതായത് സെക്ടർ -9% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് 22.52% ഗെയിനും തന്നപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾക്ക് 19% പോസിറ്റീവ് റിട്ടേൺ തന്ന സ്റ്റോക്കാണ് SBI ലൈഫ് ഇൻഷുറൻസ്. ഇനി സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ എല്ലാ മൂവിങ് ആവറേജ് ലൈൻസിനും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെയും സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. അതായത് സ്റ്റോക്കിൽ ഇപ്പോൾ നല്ലൊരു ബിയറിഷ് മൊമെൻറ്റമാണ് സ്റ്റോക്കിൽ കാണുന്നത്. ഇനി സ്റ്റോക്ക് ആൾറെഡി 780 റേഞ്ചിൽ 2 പ്രാവശ്യം സപ്പോർട്ട് എടുത്തതാണ്. 2 പ്രാവശ്യം സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്കിന് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ നിന്നും 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ നിന്നും നല്ലൊരു റെസിസ്റ്റൻസ് ഫീൽ ആയതിനു ശേഷം സ്റ്റോക്കിൽ വീണ്ടും കൂൾ ഡൗൺ സംഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ ട്രെൻഡ് വേസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആഗസ്റ്റ് മാസം മുതലേ സ്റ്റോക്കിൽ ഒരു ഡൗൺ ട്രെൻഡാണ്. അതായത് സ്റ്റോക്ക് ഒരു കറക്ഷൻ്റെ പാതയിലാണ്. ഇനി സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 750 രൂപ റേഞ്ചിലായിരിക്കും സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് പ്രൈസ്. 700 മുതൽ 780 രൂപ റേഞ്ച് വരെ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ചായിട്ട് നമ്മൾക്ക് കണക്കാക്കാം. സ്വിംഗ് ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനും സ്റ്റോക്കിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെയുള്ള ഈ വാല്യൂ അതായത് 785 റേഞ്ചിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് 900 എന്ന ലെവലിൽ സ്റ്റോക്ക് എത്തിയാൽ തന്നെ സ്റ്റോക്കിൽ നിന്ന് നമ്മൾക്കൊരു 25%ഓളം റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് SBI ലൈഫ്. ഇനി ലോങ് ടൈം ഹോൾഡിങ്ങിന് സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ആയ 1100 എന്ന വാല്യൂവിൽ എത്തുമ്പോൾ കൂടിയും സ്റ്റോക്കിൽ നിന്നും നല്ല ഒരു റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് SBI ലൈഫ്. വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന മൂന്നാമത്തെ സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. ഈ സ്റ്റോക്കിനെ കുറിച്ചും ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവാനുള്ള റീസണിനെ കുറിച്ചും ഞാൻ 19 ഒക്ടോബർ 2020 മോർണിംഗ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ബ്രേക്കൗട്ടാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ക്ലിയർ ബുള്ളിഷ് മാരോബസു ക്യാൻഡിൽ ഈ
ചാർട്ട് പാറ്റേണിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചാർട്ട് പാറ്റേണിൽ ഇത് സ്റ്റോക്കിൻ്റെ 200 ഡേ 100 ഡേ ആൻഡ് 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഒരു നിയർ ടൈം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം റെസിസ്റ്റൻസിനെ കൂടി ഈ ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ഈ മൊറബസു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻറ്റം വന്നു തുടങ്ങി എന്ന് നമ്മൾക്ക് മനസ്സിലാകും. സ്റ്റോക്കിൻ്റെ RSI നോക്കുകയാണെങ്കിൽ 56ഉം MACDയും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് റൈസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് നോക്കാം. സ്റ്റോക്കിലെ ന്യൂസ് ഇതാണ്: ഇന്ത്യ അതിൻ്റെ എക്സ്പോർട്ട് 6% ഇൻക്രീസ് ചെയ്തു, അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് 19% ഡിക്രീസ് ചെയ്തു എന്ന ന്യൂസാണ് വന്നിരിക്കുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് ബാൻ ചെയ്തുകൊണ്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്കം നമ്മൾക്ക് ചില സ്റ്റോക്കുകൾ, അതായത് ഡിക്സൺ ടെക്നോളജി, അതുപോലെ തന്നെ ആംബർ എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പോർട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു ഇന്ത്യയുടെ. അതായത് ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിന് ഇതൊരു നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ്. സ്റ്റീൽ സെക്ടറിൽ നിന്നും ഒരുപാട് എക്സ്പോർട്ട് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ LMV വെഹിക്കിൾസിൻ്റെ കാര്യത്തിലും, അതായത് പേഴ്സണൽ വെഹിക്കിൾ ആൻഡ് 2 വീലർ വെഹിക്കിൾ, ഈ കമ്പനികളിലും നല്ലൊരു റൈസ് കാണാനുണ്ട്. ഈ അവസരത്തിലാണ് ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതൊരു ലോങ് ടൈം പോർട്ട്ഫോളിയോ സ്റ്റോക്ക് ആകുന്നതിന് വേണ്ടിയല്ല റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിന് കൂടി ട്രേഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്കാണിത്. സ്റ്റോക്കിൻ്റെ ലെവൽസും ടാർഗറ്റും നമ്മൾക്ക് പരിശോധിക്കാം. സ്റ്റോക്ക് അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവലിലാണ്, അതായത് 390 രൂപ റേഞ്ചിൽ. ഈ റേഞ്ചിൽ നമ്മൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഏകദേശം 435 രൂപ റേഞ്ചും സ്റ്റോക്കിൻ്റെ ലോങ് ടൈം ഗോളായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഷോർട്ട് ടൈം സെക്കൻഡ് ടാർഗറ്റായിട്ട് നമ്മൾക്ക് 450 രൂപ റേഞ്ചിലും നമ്മൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീലിൻ്റെ മന്ത്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 2018 സ്റ്റോക്കിന് ഏകദേശം 800 രൂപ റേഞ്ചിൽ വാല്യൂവേഷനുള്ള സ്റ്റോക്കായിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു ഡൗൺ ട്രെൻഡാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 300 അല്ലെങ്കിൽ 400 രൂപ റേഞ്ച് വരെ എത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ അതിൻ്റെ 800 രൂപ റേഞ്ചിലേക്ക് സ്റ്റോക്ക് റീഗെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിന് വലിയ അഷ്യൂരിറ്റി ഒന്നും പറയാനില്ല. പക്ഷേ ഷോർട്ട് ടൈം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിന് സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.